ശബരിമല വിഷയം വീണ്ടും ചർച്ചയാക്കിയതാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പ്രസംഗം. ശബരിമല പരാമർശിച്ച് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്നാണ് അവസാനത്തെ റിപ്പോർട്ട്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ TV അനുപമയും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ തീരുമാനിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും പറയുന്നു. അതേസമയം സുരേഷ് ഗോപി നൽകിയ വിശദീകരണ കുറിപ്പിൽ താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും ശബരിമല എന്നത് സ്ഥലപ്പേരാണെന്നും അയ്യൻ എന്നതിന് പല അർത്ഥങ്ങളുണ്ടെന്നും വിശദീകരിച്ചു. ശബരിമല തിരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കില്ലെന്ന് പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞതും ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. ഇത് കണക്കിലെടുത്താണ് നടപടികൾ ഉപേക്ഷിക്കുന്നതെന്നാണ് സൂചന. അതേസമയം ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് വേദികളിൽ ഉന്നയിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ആവർത്തിച്ചു. കേരളത്തിൽ നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും മംഗലാപുരത്തും രാമനാഥപുരത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല എന്ന പേരെടുത്ത് പറഞ്ഞു പ്രസംഗിച്ചിരുന്നു. ശബരിമല എന്ന പേര് പറഞ്ഞാൽ പോലും കേരളത്തിൽ ജയിലിലാകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. ഇതോടെ ശബരിമല വിഷയം ദേശീയ തലത്തിലും ചർച്ചയായി. BJP പ്രകടന പത്രികയിൽ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവും ഉൾപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ക്രമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടതെന്നും BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. കേരളത്തിൽ മാത്രമായി നടപടിയെടുക്കാൻ കഴിയുമോ എന്നും ശ്രീധരൻപിള്ള ചോദിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സുരേഷ് ഗോപി വിശദീകരണം നൽകിയത്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 6-ാം തീയതിയാണ് നോട്ടീസ് നൽകിയത്. എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലെന്നാണ് കളക്ടറുടെ നിലപാട്. TV അനുപമയ്ക്കെതിരെ സുരേഷ് ഗോപിയും BJP നേതാക്കളും ശക്തമായാണ് ആദ്യം രംഗത്ത് വന്നത്. അയ്യന്റെ അർത്ഥം പരിശോധിക്കണമെന്നും ഇഷ്ടദേവന്റെ പേര് പറയാൻ പാടില്ലെന്നതിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുമായിരുന്നു സുരേഷ് ഗോപി അന്ന് മുന്നറിയിപ്പ് നൽകിയത്. താൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എല്ലാം പാർട്ടി പരിശോധിക്കും, നോട്ടീസിന് ഉടൻ മറുപടി നൽകും. സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയെന്ന കളക്ടറുടെ നിലപാട് അസംബന്ധമാണെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന മതിലിൽ പങ്കെടുത്ത കളക്ടർ പിണറായിക്ക് ഓശാന പാടുകയാണ്. സർക്കാരിന്റെ ദത്തുപുത്രിയാകാൻ ശ്രമിക്കുകയാണ് കളക്ടർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ശബരിമല വിഷയം BJPയുടെ പ്രചാരണ വിഷയം തന്നെയാണ്. കളക്ടറോ കമ്മീഷണറോ തടയാൻ ശ്രമിച്ചാലും തങ്ങളത് ജനമധ്യത്തിൽ ഉയർത്തുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശബരിമല അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതിനാണ് സുരേഷ് ഗോപിക്ക് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് നൽകിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.